ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഏഴാമത്തെ ഇടമെന്ന് പറയുന്നത് ഇറ്റലിയിലെ അസീസി. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം, നമ്മളൊക്കെ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയാണ്. ഈ മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആർഭാടങ്ങളും ആഘോഷങ്ങളും മാത്രമായിരുന്നു അവൻ്റെ ലോകം. ധനികനായ ഒരു വസ്ത്ര വ്യാപാരിയുടെ ഏക മകൻ. ആ മകൻ ഒത്തിരി ദൂർത്തടിക്കുന്നുണ്ട്. ആഘോഷങ്ങൾ മാത്രമായിരുന്നു, ആർഭാടങ്ങൾ മാത്രമായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ ഈ പറയുന്ന ഫ്രാൻസിസ് 2 പ്രാവശ്യം വീഴുന്നുണ്ട്. ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ യുദ്ധം കടന്നു വരികയാണ്. ആ യുദ്ധത്തിൻ്റെ കെടുതി അവരെ തളർത്തുന്നുണ്ട്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളും തന്നെ പരാജയപ്പെടുന്നുണ്ട്. പരാജയപ്പെട്ട് യുദ്ധത്തിൻ്റെ കെടുതികളിലൂടെ കടന്നു പോകുന്നു. തടങ്കൽ ജീവിതം, തടവറകല കാലത്തിൽ ഈ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന ഫ്രാൻസിസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ച് യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, അസഹനങ്ങളിൽ നിന്നെല്ലാം കടന്ന് ഫ്രാൻസിസ് കടന്നു വരുമ്പോൾ അവൻ ആഡംബരങ്ങളെ മൊത്തമായിട്ട് ഉപേക്ഷിക്കുകയാണ്. അവിടെ അവന് നഷ്ടമാകുന്നത് സ്വന്തം സുഹൃത്തുക്കളെയാണ്, പരിചിതമായ കുറേ മുഖങ്ങളെയാണ്. മാനസികമായിട്ട് തളർന്നു പോവുകയാണ്. അല്ലേ, നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ വിദേശത്തായിരുന്നു പിന്നെ സ്വദേശത്തേക്ക് കടന്നു വരുമ്പോൾ, ആ നേരത്തെ പരിചയം ഉണ്ടായിരുന്നവർ നമ്മളെ ഒന്ന് നോക്ക് കാണാനോ ഒന്ന് മിണ്ടാനോ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് പതറും. എന്താണാവും മിണ്ടാത്തത്? അങ്ങനെ മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർന്നിരിക്കുന്ന ആദ്യത്തെ വീഴ്ച. രണ്ടാമതെന്ന് പറയുന്നത്, ഇവൻ ആർഭാടങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഇനി ജീവിതത്തിൽ ദാരിദ്ര്യം മതി. ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. അവൻ്റെ ആർഭാടങ്ങളൊക്കെ എടുത്ത് മാറ്റി, ആഘോഷങ്ങളൊക്കെ എടുത്ത് മാറ്റി. അപ്പോഴാണ് അവനെതിരായിട്ട് അവൻ്റെ സ്വന്തം പിതാവ്, വലിയ സമ്പന്നനാണ്, അതുപോലെ തന്നെ തുണികളുടെയൊക്കെ ഒത്തിരി ശേഖരം ഒരു ജീവിതത്തിലുണ്ട്. ഇവനെന്താ ചെയ്യുന്നത്? നഗരമധ്യത്തിൽ വെച്ച് പിതാവിനോട് പറയുകയാണ്, എനിക്ക് ദരിദ്രനായിട്ട് ഇനി ജീവിക്കണം. പിതാവ് പോലും തള്ളി പറയുകയാണ്. ആ പിതാവ് തള്ളി പറയുമ്പോൾ ഒരു മകനുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള വേദന, അതവൻ്റെ രണ്ടാമത്തെ വീഴ്ചയാണ്. അവനെന്ത് ചെയ്യുന്നത്? ആ വസ്ത്രങ്ങളൊക്കെ അവിടെ ഊരി കൊടുത്തിട്ട് നഗ്നനായിട്ട് പോവുകയാണ്. ആ ജനക്കൂട്ടം മുഴുവൻ അവനെ പരിഹസിക്കുന്നുണ്ട്. അവൻ അപമാനത്തിൻ്റെ ഏറ്റവും ഉത്തംഗ ശൃംഗത്തിലേക്ക് അവനെ തള്ളിവിടുന്നുണ്ട്. പക്ഷെ അവൻ തളരുന്നൊന്നുമില്ല. അവനെന്ത് ചെയ്യുന്നത്? അവൻ സാന്റാമിയോനിലെ തകർന്ന പള്ളിയിൽ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ കിടന്ന ക്രൂശിത രൂപത്തിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ ആ നോക്കിയ നിമിഷം അവന് ദൈവം കൊടുക്കുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഫ്രാൻസിസേ, നീ പോയി എൻ്റെ സഭ പുതുക്കി പണിയുക. അത് അവന് കിട്ടുന്ന വലിയൊരു ദർശനമാണ്. അവനെന്താ? ആ നോക്കിയ മാത്രയിൽ അവൻ എഴുന്നേൽക്കുകയാണ്, വീണ്ടും നടത്താൻ തുടങ്ങുകയാണ്. പിന്നീട് ലോകം മുഴുവനും ഫ്രാൻസിസിനെ അറിയുന്നത് എങ്ങനെയാണ്? വിശുദ്ധനായ ഫ്രാൻസിസ്, രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുകയാണ്. ഈ ഒരു സ്ഥലം അങ്ങനെയാണ്. നമ്മൾ പലതവണ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷേ രണ്ടാമത് വീഴുമ്പോൾ നമ്മുടെയൊക്കെ പ്രത്യാശ നശിക്കും, പ്രതീക്ഷകൾ നശിക്കും. ഞാൻ ലക്ഷ്യം വെച്ച എൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഞാൻ അവിടെ തച്ചുടയ്ക്കും. പക്ഷെ നോക്കേണ്ടവർ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടും, വീണ്ടും തിരിച്ച് ലക്ഷ്യത്തിലേക്ക് നടക്കാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് ക്രിസ്തുവിനെ നോക്കിയതുപോലെ, ക്രിസ്തു സ്വർഗത്തിലേക്ക് പിതാവിനെ നോക്കിയതുപോലെ, അവനും ചില അനുഗ്രഹങ്ങൾ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ് എഴുന്നേൽക്കാനുള്ളത്. നമ്മുടെയൊക്കെ വീഴ്ചകളിൽ ക്രിസ്തുവിനെ നോക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.